ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാണേ. നാട്ടിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റമായിരുന്നു മസാല ഷവായ. ഇപ്പോൾ ട്രെൻഡൊക്കെ കഴിഞ്ഞ്, എന്നാൽ ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എപ്പോഴും ചിക്കൻ മേടിക്കുമ്പോൾ ഒന്നുകിൽ ഫ്രൈ അല്ലെങ്കിൽ കറി അല്ലെങ്കിൽ റോസ്റ്റ് ഇതൊക്കെ തന്നെ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏട്ടനിങ്ങനെ ഒരു ദിവസം യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിൽ മസാല ഷവായ ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ ഏട്ടൻ എന്നോട് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇപ്രാവശ്യം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഇന്ന് ആദ്യമായിട്ടാണ് മസാല ഷവായ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ട് അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കാശ്മീരി ചില്ലിയാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ കാശ്മീരി ചില്ലി നമുക്ക് നല്ലോണം കുതിർത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5-10 മുളകോളം എടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതാണ്. പിന്നെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആ വിനാഗിരിയിലും ആ ചൂടുവെള്ളത്തിലും കൂടി കിടന്ന് അതിങ്ങനെ നല്ല കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണം. അതിന് ശേഷം നമുക്കിത് ബാക്കിയുള്ള സാധനങ്ങളെല്ലാത്തിലും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കേണ്ടത്. എനിക്കിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് എത്ര മുളക് വേണ്ടി വരും അങ്ങനെ ഒരു കണക്കൊന്നും അറിയില്ല. പിന്നെ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഒരു 10 എടുത്തത്. പിന്നെ മുളക് എരിവ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അഥവാ കുറവാണെങ്കിൽ എൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടിയുണ്ട്. ഞാൻ വെച്ച് എരിവ് കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ അത് വെള്ളത്തിലിട്ട് അവിടെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഇതിനു വേണ്ടി ബാക്കിയുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മല്ലിച്ചപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. മല്ലിച്ചപ്പ് കുറച്ച് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അത് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഒരു 10 അല്ലിയോളം വെളുത്തുള്ളിയും ഒരു കുറച്ച് വലിയ കഷ്ണം ഇഞ്ചിയും അതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു തക്കാളി മുഴുവൻ തക്കാളി എടുത്തിട്ടുണ്ട്. അതും ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ചെറിയുള്ളിയാണ്. അതൊരു കൈപ്പിടി ഒരു 5-10 ഉണ്ടാവും, അത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചെറിയുള്ളി ഞാനൊന്ന് ജസ്റ്റ് നടുവിലേക്കൂടെ ഒന്ന് സ്ലൈസ് ആക്കിയിട്ട് അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും അത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. അപ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ, ബീഫ്, മട്ടൺ അതൊക്കെ വെക്കുമ്പോൾ ഈ പെരിഞ്ജീരകം ഇട്ട് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ നോൺ വെജ് എന്ത് വെക്കുമ്പോഴും കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം കുതിർത്ത് വെച്ചിട്ടുള്ള കാശ്മീരി മുളകില്ലേ, അതാണ്. അപ്പോൾ അത് വെള്ളം ഊറ്റിയിട്ട് അതിനടുത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിത് അരച്ചെടുക്കാൻ വേണ്ടി ആ കാശ്മീരി മുളക് കുതിർത്ത വെള്ളമില്ലേ അത് കുറച്ച് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുള്ളത് ഒരു 1 കിലോ അത്ര ഉണ്ടാവും കേട്ടോ. നമുക്ക് കറക്റ്റ് വെയിറ്റ് അറിയില്ല. അതിൻ്റെ ലെഗ് പീസും പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് ബോൺലെസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു 2-3 പീസും കൂടി അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പീസെല്ലാം നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാലയൊക്കെ നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും നല്ലോണം ഒന്ന് വരഞ്ഞും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് അരച്ച് വെച്ച മസാലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണേ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ കൈക്ക് ചെറിയൊരു എരിവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ മുളകല്ലേ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കൈയൊക്കെ പുകയാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ. അപ്പോൾ എനിക്കിവിടെ ഏട്ടനാണ് ഇത് മിക്സാക്കി തരുന്നത്. ഏട്ടനതൊക്കെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്കൊരു 4 മണിക്കൂറെങ്കിലും, കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. പിന്നെ വൈകുന്നേരമാണ് ഞാനിത് ഉണ്ടാക്കാൻ നോക്കുന്നത്. പിന്നെ നമുക്ക് ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കൻ എടുത്ത് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണേ. അപ്പോൾ ഞാനതെല്ലാ പീസും കൂടി എടുത്ത് കുക്കറിൽ ഇങ്ങനെ അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിരത്തി വെക്കാൻ മാത്രം അങ്ങനെ സ്ഥലമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അടുക്കി മേലെ ആയിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ മേലെ ബാക്കിയുള്ള മസാലയും എല്ലാം കൂടി അതിൻ്റെ മേലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ചിക്കനിൽ മിക്സായ
മസാല കൂടാണ്ട് ബാക്കി മസാല ഇങ്ങനെ ഇടുമ്പോൾ കുറേ അധികമായിട്ട് തോന്നും. പക്ഷെ അത് നമുക്കിങ്ങനെ എന്തെങ്കിലും കൂട്ടി ഇപ്പോൾ ചിക്കൻ്റെ കൂടെ എന്തെങ്കിലും കൂട്ടി കഴിക്കണമല്ലോ. അപ്പോൾ ആ മസാലേൻ്റെ ഇത് വെച്ചിട്ടല്ലേ നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ആ മസാല അത്രയും വേണം കേട്ടോ. അപ്പോൾ ഇതിലിടുമ്പോൾ അത് കുറേ മസാല ഉള്ളതുപോലെ തോന്നും. പക്ഷേ അത് നമുക്ക് എന്തെങ്കിലും പൊറോട്ടയോ ചപ്പാത്തിയോ എന്തെങ്കിലും കൂട്ടി കഴിക്കുമ്പം അത്രയും മസാല വേണം അതിന് കേട്ടോ. അപ്പോൾ ചിക്കൻ പീസെല്ലാം കുക്കറിലേക്കിട്ട് കുക്കർ അടക്കാൻ നോക്കുമ്പോൾ കുക്കറിൻ്റെ മൂടിക്ക് എന്തോ ഒരു അതിൻ്റെ പിടിക്കൊരു ആട്ടം ഭയങ്കരമായിട്ട് അതിങ്ങനെ ആടി കളിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നെടുത്ത സ്പൂണിൻ്റെ ഇതുകൊണ്ട് ബാക്ക് കൊണ്ടൊന്ന് തിരിച്ച് അതൊന്ന് ടൈറ്റാക്കി കുക്കർ അടച്ച് ചിക്കൻ വേവിക്കാൻ വെച്ചു. പിന്നെ ഇവിടെ കിട്ടുന്ന ചിക്കൻ അധികം ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ. കുക്കറിലൊക്കെ വെക്കുമ്പം ഒരു വിസിൽ അടിച്ചാൽ തന്നെ നല്ലോണമായിട്ട് വെന്ത് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ നല്ലോണം വെന്ത് കിട്ടുമേ. അതുകൊണ്ട് ഞാനിവിടെ ഒരു വിസിൽ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു വിസിലടിച്ച് കുക്കർ തുറന്ന് നോക്കുമ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇതെടുത്ത് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കാനാണ് പോകുന്നത്. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ എണ്ണ ഒഴിക്കുന്ന ആ വേവിച്ച് ചിക്കൻ എടുത്ത് അതിലേക്കിട്ട് രണ്ട് ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓൾറെഡി വേവിച്ച് ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുമ്പോഴൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ചൂടായ എണ്ണയിലേക്ക് ഈ വേവിച്ച് ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതോടെ ഇടുമ്പം മൊത്തം ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ മേത്ത് എല്ലാം തെറിച്ച് മൊത്തം ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. ഇതിങ്ങനെ ഇടുമ്പോൾ അതിലേക്ക് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ഇതാ കാണുന്നില്ലേ, ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് പൊരിച്ചെടുത്തിട്ടുള്ളത്. എൻ്റെ ചെറിയ പാനായതുകൊണ്ട് ഒരു 4 പീസ് വെച്ചിട്ട് അങ്ങനെ രണ്ട് തവണയായിട്ട് ഞാൻ പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. ഞാനിവിടെ ഈ പീസ് നല്ലോണം അത്യാവശ്യം ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും കുറച്ച് മുരിഞ്ഞ ടൈപ്പ് അങ്ങനെയാണ് ഇഷ്ടം പീസ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ലോണം മുരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പീസും ഫ്രൈ ചെയ്തെടുത്തേ. ഇനി നമുക്കിതിൻ്റെ ബാക്കി മസാലയില്ലേ, നമ്മൾ ആദ്യം ചിക്കനിട്ട് അതിൻ്റെ ബാക്കി മസാലകളെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിനല്ലോ. അപ്പോൾ ആ മസാല നമുക്കത് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്ത് ആ സെയിം പാനിൽ തന്നെ കഴുകുകയൊന്നും ചെയ്യാണ്ട് തന്നെ അതിലേക്ക് തന്നെ ഇട്ടൊന്ന് ഈ മസാല കുറുക്കിയെടുത്താൽ മതിയേ. പക്ഷേ എനിക്കിവിടെ ഈ പാനിൽ കുറച്ചിങ്ങനെ മസാല ആയതുകൊണ്ട് അടി ഇങ്ങനെ കരിഞ്ഞ് പൊടി പോലെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പാനൊന്ന് കഴുകിയിട്ട് പിന്നെയാണ് മസാല കുറുക്കാൻ വെച്ചത്. നമുക്ക് കുക്കറിന് അതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലോണം വെള്ളമയത്തിലുണ്ടാവും. അത് നല്ലോണം ഒന്ന് വറ്റിച്ച് മസാല നല്ല കുറുകി നല്ല കട്ടിയാവുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണേ. അപ്പോൾ ഇത് നമ്മളെ മസാല ഷവായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ആ മസാല പൊരിച്ച് വെച്ച ചിക്കനിലേക്ക് നമ്മളിങ്ങനെ മേലെ കൂടെ ഇങ്ങനെ ഒഴിച്ച് എല്ലായിടത്തും എത്തുന്നവരെ നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കാണുമ്പോൾ നല്ല റെഡ് കളർ ഭയങ്കര എരിവായിട്ട് തോന്നും. പക്ഷേ കാശ്മീരി മുളക് ആയതുകൊണ്ട് തന്നെ അത്ര വലിയ എരിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് പൊറോട്ടയുടെ കൂടെയാണ് കഴിച്ചത്. അതിൻ്റെ ഒരു പീസും മസാലയും എല്ലാം കൂട്ടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുക്കിംഗ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.